പറ്റിയുള്ള പൊതുവെയുള്ള ഒരു ആക്ഷേപമാണ്. പല തൊട്ട് കഴിഞ്ഞാൽ ആയിരങ്ങളും പതിനായിരങ്ങളാണല്ലോ ചെലവ് എന്ന് പറയുന്നുണ്ട്. ഡെന്റൽ അവയർനെസ്സിനെ പറ്റിയാണ്, പുതിയ പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത്. അതായിട്ട് കേൾക്കുന്ന ഒരു കൺസേൺ ആണ്, ഡോക്ടർ ഈ അലൈനർ ട്രീറ്റ്മെന്റ് ഇപ്പൊ ഭയങ്കരമായിട്ട് എല്ലാവരും ചെയ്യുന്നുള്ളൂ. ഈ അലൈനറിനൊക്കെ എന്താ അത്രയും അങ്ങ് പൈസ? ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം ടൈപ്പ് ഓഫ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് ആണ്. ഇതിട്ട് കഴിഞ്ഞാൽ പേഷ്യന്റ് ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം, വേഗം ട്രീറ്റ്മെന്റ് കഴിയും എന്നൊക്കെയുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആണ് ഇതിന് മെയിൻ ആയിട്ട് പ്രീമിയം ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമായിരിക്കുമല്ലോ, കുറച്ച് പേയ്മെന്റ് ഒക്കെ ഇതിന് കൂടുതലായിരിക്കും. പല ആൾക്കാരും വന്നിട്ട് ഇഷ്ടമുള്ള ഡെന്റിസ്റ്റിന്റെ അടുത്തൊക്കെ അങ്ങ് പോയിട്ട് അങ്ങ് അലൈനർ ഇടുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് അല്ലെ ജസ്റ്റ് നെഞ്ചത്തൊരു പെയിൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാർഡിയോളജി ഡോക്ടറിനെ ആണോ കാണുന്നത്, അല്ല ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുമോ? അല്ലെങ്കിൽ ആസ്തമ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് സർജറിയുടെ ഡോക്ടറിനെ കാണുമോ, അല്ല ആസ്തമ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിനെ കാണുമോ? കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ വായിക്കകത്ത് കമ്പി ഇടുന്ന ആളെ പോയി കാണുമോ, അല്ല കൈ ഒടിഞ്ഞ് ശരിയാക്കുന്ന ഓർത്തോപീഡീഷ്യനെ കാണുമോ? അതുപോലെ തന്നെയാണ് ഡെന്റിസ്ട്രിയിൽ വന്നിട്ട് പല്ല് നേരെയാക്കാൻ വേണ്ടിയാണ് ഓർത്തഡോണ്ടിസ്റ്റ് ഉള്ളത്. പല്ല് നേരെയാക്കുന്ന ഓർത്തഡോണ്ടിസ്റ്റിന് അറിയാം പല്ലെ കമ്പി ഇട്ട് ശരിയാക്കേണ്ട ഏത് ട്രീറ്റ്മെന്റ് ആണ്, അലൈനർ ഉപയോഗിച്ച് ശരിയാക്കേണ്ട ഏത് ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ക്ലിനിക്കിൽ പോയിട്ട് ചോദിക്കുക, ഇതിന് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ തന്നെ കൺസൾട്ട് ചെയ്യുക. അല്ലാതെ എല്ലാ ആൾക്കാരും അലൈനർ ചെയ്യുന്നു, അത് കാരണം ഞങ്ങളും പോയി ചെയ്തു, അവിടെ പൈസ കുറവാണ്, ഇവിടെ പൈസ കുറവാണ്, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്യുന്നുള്ള വാഗ്ദാനങ്ങളൊന്നും നിങ്ങൾ വീടരുത്. അത് മാത്രമല്ല, ഒരു അലൈനർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന പേഷ്യന്റ് അത് കമ്പൽസറി ആയിട്ടും 22 മണിക്കൂറെങ്കിലും ഇട്ടില്ലെങ്കിൽ പിന്നെ ആ ട്രീറ്റ്മെന്റ് വേണ്ടി ചെയ്യാൻ വേണ്ടി നടക്കരുത്.